കഴിഞ്ഞ ദിവസത്തെ വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, കല്യാണം നടക്കുന്നിടത്ത് ഉസ്താദ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പണ്ട് അറബിയിൽ പ്രാർത്ഥിക്കാൻ ഉസ്താദിനെ മാത്രം അറിയുന്നത് കൊണ്ട് ഉസ്താദ് വരും, പിന്നീട് അതൊരു പ്രാക്ടീസായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിൽ പ്രചാരത്തിലില്ലാത്തൊരു ഭാഷ നിങ്ങൾ കല്യാണം, മരണം, പ്രാർത്ഥന തുടങ്ങിയ ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കുന്നത് നിർബന്ധിക്കുന്നത്? നിങ്ങൾ പറയുന്ന പോലെ ദൈവത്തിന് എല്ലാ ഭാഷ അറിയാമെങ്കിൽ മലയാളം പോരെ, അപ്പോൾ നിങ്ങൾ ഇത് ലോജിക്ക് ഓഫ് ചെയ്യലല്ലേ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, നബി അറബിയിലാണ് പ്രാർത്ഥിച്ചത്, നബി ചെയ്ത പോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് കൂടുതൽ പുണ്യം കിട്ടും, അതുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നബിയുടെ കാലത്തും ഇപ്പോഴാണെങ്കിലും അറേബ്യൻ നാടുകളിൽ കല്യാണം നടക്കുമ്പോൾ പുരുഷൻ സ്ത്രീക്കാണ് പൈസ കൊടുക്കുക, അല്ലാതെ തിരിച്ചല്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല. അപ്പോൾ അതെന്താണ് നിങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരാത്തത് കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്കൊന്ന് പഠിക്കണം. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവനവന് നഷ്ടം വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവർക്കിത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുണ്യത്തിനേക്കാൾ വില സ്വന്തം സമ്പത്തിന് തന്നെയാണ്.